നാമിനി കൃപപദായിനെ ഗൗരവദാമതായ നഗരത്യാതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രീ ജഗദാധര ശ്രീവാസി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യോന്ത പ്രവിശ്യവാചമിമാം പ്രസുദ്ധാം സഞ്ജീവശക്തിവിരസദാമ്യാം അന്യാം സഹസ്ര ശരണസദാദി. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈതാചാര്യ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല ഭാഗം 2, 14-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകമില്ല. 31-ാമത്തെ ശ്ലോകം. അന്നഹായിലെ ദേഹപുഷ്ടിയ മാടിക്കൈലെ രോഗഹയ ദേഹായാശയ. കുട്ടിയ തത്വജ്ഞാനിയുടെ ആശയത്തിന് മറുപടിയായി സച്ചിദേവി പറഞ്ഞു, ധാന്യങ്ങളായി രൂപാന്തരം പ്രാപിച്ച് മണ്ണ് ഭക്ഷിക്കുന്നതിലൂടെ ശരീരം പുഷ്ടിപ്പെടുന്നു. പക്ഷെ നമ്മൾ മണ്ണ് അതിന്റെ അസംസ്കൃതാവസ്ഥയിൽ ഭക്ഷിക്കുന്ന പക്ഷം ശരീരം പുഷ്ടി പ്രാപിക്കുന്നതിന് പകരം രോഗാതുരമാവുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. മാടിയര വികാരക്കടേ പാനി പരി ആനി മാടി പിണ്ടേതരിയബേ ശോഷിയായ പാനി. മണ്ണിന്റെ രൂപാന്തരമായ മൺകുടത്തിൽ എനിക്ക് നിഷ്പ്രയാസം ജലമെടുക്കാൻ കഴിയും. പക്ഷെ മൺകൂനയിൽ ജലമൊഴിക്കുന്ന പക്ഷം പോവുകയുള്ളൂ. ഭാവാർത്ഥം ശീല പ്രഭുപാദ്. ഒരു സ്ത്രീ ആണെങ്കിൽ പോലും സച്ചി മാതാവ് പ്രതിപാദിക്കുന്ന ഈ തത്വശാസ്ത്രത്തിന് ഏകത്വത്തെ കുറിച്ച് ഊഹാഭങ്ങൾ നടത്തുന്ന മായാവാദി തത്വശാസ്ത്രത്തെ തോൽപ്പിക്കാൻ കഴിയും. പ്രായോഗികമായി പ്രയോജനപ്രദമായ വൈവിധ്യത്തെ സ്വീകരിക്കുന്നില്ല എന്നതാണ് മായാവാദ ശാസ്ത്രത്തിന്റെ ന്യൂനത. ഒരു മൺകുടവും മൺകൂനയും അടിസ്ഥാനപരമായി മണ്ണ് തന്നെയാണെങ്കിലും ജലമെടുക്കുക എന്ന പ്രായോഗിക ആവശ്യത്തിന് മൺകുടം പ്രയോജനപ്പെടും. ഉദാഹരണം സച്ചിമാധവ് നൽകി. ദ്രവ്യവും എന്ന ശാസ്ത്രജ്ഞൻ ചിലപ്പോൾ വാദിക്കുന്നു. വാസ്തവത്തിൽ ഉന്നതതലത്തിൻ്റെ പദാർത്ഥവും ആത്മാവും തമ്മിൽ വ്യത്യാസം. പക്ഷെ പദാർത്ഥം അസ്തിത്വത്തിന്റെ അധമാവസ്ഥ ആയതിനാൽ നമ്മുടെ ആത്മീയവും ആനന്ദകരവുമായ ജീവിതത്തിന് ഉപപ്രദമല്ലെന്നും അതേസമയം ആത്മാവ് സൂക്ഷ്മതലത്തിലായതിനാൽ ആനന്ദപൂർണമാണെന്നും ഉള്ള പ്രായോഗികമായ അറിവ് ഒരുവൻ ഉണ്ടായിരിക്കണം. ഇത് സംബന്ധിച്ചും അഗ്നിയും ഒന്നാണെന്ന് ഉദാഹരണം നൽകുന്നു. മണ്ണിൽ നിന്നാണ് മരങ്ങൾ വളരുന്നത്. അവയുടെ വിറകിൽ നിന്ന് തീ പുകയും വരുന്നു. എന്നിരുന്നാലും താപത്തിനായി നമുക്ക് അഗ്നിയെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മണ്ണിനെ പുകയോ അല്ലെങ്കിൽ വിറകിന്റെയോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ആയതിനാൽ ജീവരക്ഷത്തിന് ആത്യന്തികവും ലക്ഷ്യസാക്ഷാത്കാരത്തിന് അതുല്യമായ ആത്മാവിനെ കാര്യമായി എടുക്കുക, ദ്രവ്യതുല്യമായ മണ്ണിനെ അല്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു തത്വശാസ്ത്രം തരികയാണ്. ഇത് യഥാർത്ഥത്തില് മാതാവും പുത്രനും തമ്മിലുള്ള ഒരു സംവാദമാണ്. കാരണം ഭഗവാൻ കൃഷ്ണലീലയിൽ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവും മണ്ണ് ഭക്ഷിക്കുന്നു. അപ്പോ സച്ചിമാതാവ് വഴക്ക് പറയുന്നു. ഇപ്പൊ ഈ അധ്യായം മുഴുവനും ചൈതന്യ മഹാപ്രഭുവിന്റെ ബാല്യകാല ലീലയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ നീലാംബര ചക്രവർത്തി പറഞ്ഞതുപോലെ മഹാപുരുഷന്റെ 32 ലക്ഷണങ്ങൾ കണ്ടതായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിശ്വംഭരൻ എന്ന് പേരിട്ടത്.
ഇപ്പൊ ഭഗവാന്റെ ഒട്ടനവധി ലീലകള് നമുക്കിതിൽ കാണാം. മണ്ണ് ഭക്ഷിക്കുന്നതും അതുപോലെ തന്നെ രണ്ട് കള്ളന്മാര് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായിട്ട് വരുന്നു. അപ്പൊ ആ കള്ളന്മാര് ആ കുട്ടിയെ എടുത്തോണ്ട് പോവുകയാണ്. വനത്തിൽ കൊണ്ടുപോയി കൊന്നിട്ട് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ അവര് കറങ്ങിത്തിരിഞ്ഞ് ഭഗവാന്റെ മായാശക്തി അവിടെ സ്വാധീനിച്ചു. അപ്പൊ അവര് നേരെ കറങ്ങി കൊണ്ടുവന്ന വീണ്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ വീട്ടുമുറ്റത്താണ്. അപ്പൊ ആ സമയം അവര് നാട്ടുകാരെല്ലാം ചൈതന്യ മഹാപ്രഭു അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ആ കുട്ടിയെ അവിടെ വിട്ടിട്ട് പോവുകയും ചെയ്തു. അതുപോലെ ഗോപികമാര് കാർത്യായനി വർഷിപ്പ് ചെയ്തതുപോലെ മഹാദേവനെ വർഷിപ്പ് ചെയ്യാനായിട്ട് കന്യാഗണം വരികയും ചൈതന്യ മഹാപ്രഭുവിനെ മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ലീലകൾ നമുക്ക് വായിക്കാം. അപ്പൊ ഇവിടെ പ്രഭുപാദർ പറഞ്ഞു വരുന്നത് മായാവാദി, അതായത് അവര് പറയുന്നത് എല്ലാം ഒന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ബ്രഹ്മ മാത്രമാണ് സത്യം, മറ്റെല്ലാം മിഥ്യയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് മായ, അതായത് മായാവാദി എന്ന പേര് വരാൻ കാരണം ബാക്കിയെല്ലാം മായയാണ് എന്ന് അവര് പറയുന്നു. മിഥ്യ, ബ്രഹ്മം മാത്രമാണ് സത്യം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ചൈതന്യമാവ് ഇതിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരാണ് എല്ലാം ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മണ്ണ് ഭക്ഷിക്കുന്നില്ല എന്നതാണ് ചോദ്യം. 33-ാമത്തത് ആ ആത്മലുകായിലെ പ്രഭു ബലിലാത്തൻഹാരെ ആകേന ഇഹാമാദാന ശിഖായ മോരെ. നിമായി മാതാവിനോട് പറഞ്ഞു, ഈ പ്രായോഗിക തത്വശാസ്ത്രം ആരംഭത്തിലെ പഠിപ്പിക്കാതെ എന്റെ ആത്മസാക്ഷാത്കാരം ഗോപ്യമായത് എന്തിന്? ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരുവന് വൈഷ്ണവ തത്വശാസ്ത്രപരമായ ദ്വൈതം പഠിക്കാൻ കഴിഞ്ഞാൽ അയാളെ അദ്വൈത തത്വശാസ്ത്രം അത്രയൊന്നും ബാധിക്കില്ല. യഥാർത്ഥത്തിൽ എല്ലാം പരമസ്രോതസ്സിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ജന്മാദ്യസ്യതഃ, സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന സൂര്യരശ്മികൾ പ്രകാശം, താപം എന്നീ വൈവിധ്യങ്ങളിൽ പ്രകടമാകുന്നത് പോലെ ആദിമശക്തിയും വൈവിധ്യാത്മികമായി പ്രകടിപ്പിക്കുന്നു. പ്രകാശം താപമാണെന്നോ താപം പ്രകാശമാണെന്നോ പറയാനാവില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനും കഴിയില്ല. അതിനാൽ ചൈതന്യമാപ്പു തത്വം അചിന്ത്യഭേദ അഭേദ തത്വം, അഥവാ അചിന്ത്യമായ ഭിന്നതയും അഭിന്നതയും എന്നതാണ്. രണ്ട് ഭൗതിക ആവിഷ്കാരങ്ങളായ താപവും പ്രകാശവും തമ്മിൽ പൊരുത്തമുണ്ടെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഭഗവത് ശക്തി വിശേഷമായ വിശ്വാവിഷ്കാരം വൈവിധ്യമായി പ്രകടമാകുന്നു. അപ്പൊ ഇവിടെ അചിന്ത്യഭേദ അഭേദത്വം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്, എന്നാൽ വ്യത്യസ്തവുമാണ്. പക്ഷെ കണക്ഷൻ ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. ഇവിടെ താപവും പ്രകാശവും കണക്ഷൻ ഉണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. അഗ്നിയിൽ നിന്നാണ് താപം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് പ്രകാശം, എങ്കിലും വ്യത്യാസമുണ്ട്. ജനിലാൻ ആരമാടീനൻ കലിബാം ശുദാലാകെ വിവാഹം. ഇപ്പോഴെനിക്ക് തത്വം മനസ്സിലായി. മേലിൽ ഞാൻ മണ്ണ് തിന്നുകയില്ല. വിശക്കുമ്പോൾ മാതാവിന്റെ മുലപ്പാൽ കുടിച്ചുകൊള്ളാം. ഏതബലി ജലധീര കൊലേധേ ഛടിയ സ്തനപാന ഭരേ പ്രഭു ഈശാശ്വാസിക. ഇത്രയും പറഞ്ഞ് നിയമായി മൃദു മന്ദഹാസത്തോടെ മാതാവിന്റെ മടിയിൽ ചാടിക്കയറുകയും മുലപ്പാൽ കുടിക്കുകയും ചെയ്തു. മതേനാചലെ ഐശ്വര്യദേഖായ ബാല്യഭാവ പ്രകടിയ പാശ്ചാത്യുക്കായ. അപ്രകാരം വിവിധ കാരണങ്ങളിലൂടെ നിയമായി തന്റെ ബാല്യകാലത്ത് ഐശ്വര്യങ്ങൾ കഴിയുന്നത്ര പ്രദർശിപ്പിച്ചു. പിന്നീട് അവിടെ സ്വയം യുക്തമാക്കി. ബാല്യകാലത്ത് തന്നെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു
തന്റെ ലീലകള് പ്രദർശിപ്പിച്ചു തുടങ്ങി. അതിഥിവിപ്രേര അന്നഖായ തിനാപാര പാചേഗുപ്തേ സേ വിപ്രേ കരിലേ വിസ്താരഹ. ഒരിക്കൽ നിമായി അതിഥിയായി വന്ന ഒരു ബ്രാഹ്മണന്റെ ഭക്ഷണം 3 പ്രാവശ്യം ഭക്ഷിക്കുകയും പിന്നീട് ആ ബ്രാഹ്മണന്റെ രഹസ്യമായി ഭൗതികബന്ധം നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ബ്രാഹ്മണനെ മോചിപ്പിച്ച കഥ ഇപ്രകാരമാണ്. രാജ്യപാലം തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരുന്ന ബ്രാഹ്മണൻ യാത്രക്കിടെ നവദ്വീപിലെത്തുകയും ജഗന്നാഥ ഭവനത്തിൽ അതിഥിയായി വരികയും ചെയ്തു. ജഗന്നാഥൻ അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ നൽകുകയും ബ്രാഹ്മണൻ സ്വയം ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. നിവേദിക്കുമ്പോൾ കുട്ടിയായ നിമായി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഭക്ഷണം ഭക്ഷിച്ചു തുടങ്ങി. തന്മൂലം നിവേദ്യം പൂർണ്ണമായി വിഘ്നപ്പെട്ടതായി ബ്രാഹ്മണൻ. അതുകൊണ്ട് ജഗന്നാഥന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം 2ാമതും ഭക്ഷണം പാകം ചെയ്തു. കുട്ടി വീണ്ടും ഭക്ഷണം ഭക്ഷിക്കാൻ തുടങ്ങി. നിവേദ്യം വിഘ്നപ്പെട്ടു. ഭക്ഷണം പാകം ചെയ്തു. വൈകിയിരുന്നതിനാൽ എല്ലാവരും ഉറങ്ങുകയും കുട്ടി ഒരു മുറിയിൽ കൂട്ടിയിടുകയും ചെയ്തു. വീണ്ടും ആ ബാലൻ ബ്രാഹ്മണന്റെ മുന്നിലെത്തി ഭക്ഷണം ഭുജിക്കാൻ തുടങ്ങി. ഇത് കണ്ട ബ്രാഹ്മണൻ അന്ന് വിഷ്ണു തന്റെ ഭക്ഷണം സ്വീകരിക്കാൻ തയ്യാറില്ലെന്നും അതിനാൽ ഉപവസിക്കാനാണ് വിധിയെന്നും ചിന്തിച്ച് വിഷുപ്തനായി ഹയ എന്നറിയുക എന്താണ് ചെയ്യുന്നത് എന്ന് നിലവിളിച്ചു. ബ്രാഹ്മണന്റെ വിക്ഷോഭത കണ്ട ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: മുമ്പ് ഞാൻ യശോദമാതാവിന്റെ പുത്രനായിരുന്നു. അന്നും നിങ്ങൾ നന്ദമഹാദേവന്റെ ഭവനത്തിൽ അതിഥിയായി വരികയും ഞാൻ നിങ്ങളെ ഇതേ വിധത്തിൽ അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഞാൻ സന്തുഷ്ടനാണ്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ ആഹാരം ഞാൻ ഭക്ഷിക്കുന്നു. ഭഗവാൻ തനിക്ക് മേൽ ചെയ്ത അനുഗ്രഹം തിരിച്ച ബ്രാഹ്മണൻ അത്യന്തം സന്തുഷ്ടനാവുകയും കൃഷ്ണപ്രേമത്തിൽ മുഴുകുകയും ചെയ്തു. താൻ മഹാഭാഗ്യവാനെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഭഗവാനോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവനായി മറ്റാരോട് സംഭവിക്കപ്പെടുന്നതുമായി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടില്ല. ചൈതന്യ ഭാഗവത് ആദിഖണ്ഡത്തിലെ 3ാം വിശദീകരിക്കുന്നു. ഇത് മഹാപ്രഭുവിന്റെ ഒരു ലീലയാണ്. ഇത് ആക്ച്വലി മായാപൂരില് നമ്മുടെ ഡിജിറ്റൽ തിയേറ്ററില് ഈ ലീല പ്രദർശനമുണ്ട്. അതായത് ചൈതന്യപ്രഭുവിന്റെ കുട്ടിക്കാലത്തുള്ള ലീലയാണ്. സാധാരണ ബ്രാഹ്മണർ വന്നു കഴിഞ്ഞാല് അവർക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ഇപ്പൊ ജഗന്നാഥ മിഷനും അതിന്റെ ആവശ്യപ്രകാരം പൂജയ്ക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. നിവേദ്യം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. ഒരു പ്രാവശ്യം കുക്ക് ചെയ്തു. അത് ഭഗവാനെ വന്ന് കഴിയിച്ചു. കുട്ടിയായ ചൈതന്യ മഹാപ്രഭു അത് ഭഗവാൻ നിവേദ്യം പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും തയ്യാറാക്കി നിവേദ്യത്തിച്ച് കണ്ണു തുറന്നു നോക്കിയപ്പോ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിച്ചു. വീണ്ടും അദ്ദേഹം അസ്വസ്ഥനായി. എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നിമായി പണ്ഡിറ്റ്, അതായത് ചൈതന്യ മഹാപ്രഭുവിനെ മുറിയിൽ കുട്ടി കാവൽക്കാരെ വെച്ചു. എന്നിട്ട് അവരെല്ലാം ഉറങ്ങിപ്പോയി. ഭഗവാന്റെ അനുസരിച്ച് അവരെല്ലാം നിമായി പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭു വീണ്ടും ഭക്ഷണം കഴിച്ചു. അപ്പോ രാമൻ വളരെ അസ്വസ്ഥനായി. ഒരുപക്ഷെ ഭഗവാൻ എന്റെ നിവേദ്യത്തിൽ താല്പര്യമില്ല എന്ന് വിചാരിച്ചു അദ്ദേഹം ഈ ഉപവാസിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും രൂപം കൃഷ്ണന്റെ സ്വരൂപം കാണുമ്പോൾ ഞാൻ സാക്ഷാൽ ഭഗവാനെയാണ് എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ബ്രാഹ്മണന് കൃഷ്ണപ്രേമ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോ പിന്നീട് ഈ സംഭവം വേറെ ആരുടെ വെളിപ്പെടുത്തരുതെന്ന് പറയുകയും ചെയ്തു. അപ്പോ അദ്ദേഹം പൂർവ്വജന്മത്തില് ഭഗവാൻ, അതായത് നന്ദമഹാരാജാവിന്റെ ഭവനത്തിൽ അതിഥിയായി മരിച്ച ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. 38ാമത്തെ ശ്ലോകം.
छोरेला नागेले प्रभु के वहिरा बाइया तारा स्कंदे चടിയായില്ല താരേ പുലിയ. കുട്ടിക്കാലത്ത് നിമായി ഒരിക്കൽ 2 തസ്കരന്മാർ ഗൃഹത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. നിമായി ആളുകൾ എഴുന്നേറ്റ് നിന്നു. സുരക്ഷിതമായി കുട്ടിയെ കൊണ്ടുപോയി ആഭരണങ്ങൾ കവർ ചെയ്യാമെന്ന് കള്ളന്മാർ കരുതിയെങ്കിലും നിമായി അവരെ വഴി തെറ്റിച്ചതിനാൽ അവർ കുട്ടിയെയും കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നതിന് പകരം ബഗദാദയുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഭാവാർത്ഥം: നിമായി കുട്ടിക്കാലത്ത് സ്വർണ്ണാഭരണങ്ങളാൽ സമൃദ്ധമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ നിമായി വീട്ടിന് പുറത്ത് കളിക്കുകയായിരുന്നപ്പോൾ തെരുവിലൂടെ കടന്നുപോയ 2 കള്ളന്മാർ അവിടെ കാണുകയും കൊള്ളയടിക്കാൻ ഇത് നല്ല അവസരമാണെന്ന് കരുതുകയും ചെയ്തു. മധുരപദാർത്ഥങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ച അവർ കുട്ടിയെ എടുത്ത് തോളിലേറ്റി കൊണ്ടുപോയി. കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി കൊന്ന് ആഭരണങ്ങൾ കവരാമെന്നായിരുന്നു കള്ളന്മാരുടെ ചിന്ത. പക്ഷെ നിമായി തന്റെ മായിക ശക്തി കള്ളന്മാർ വിസ്തരിച്ചതിനാൽ കള്ളന്മാർ കുട്ടിയെ വനത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം നേരെ കുട്ടിയെ വീട്ടിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. വീട്ടിലെ മുന്നിലെത്തിയപ്പോൾ അവർ വല്ലാതെ എന്തുകൊണ്ടെന്നാൽ ആ പ്രദേശവാസികൾ മുഴുവൻ തിരക്കിട്ട് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി കള്ളന്മാർ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയി. അവിടെ കൂടിയിരുന്നവർ നിമായി ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും സച്ചിമാതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടിയെ തിരിച്ചു കിട്ടിയ മാതാവ് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ സംഭവം ചൈതന്യ ഭാഗവതം ആദികാണ്ഡത്തിലെ 3-ാം അധ്യായത്തിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതില് ഒരുപാട് ഒട്ടനവധി ലീലകൾ ഇവിടെ യഥാർത്ഥത്തിൽ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അതാണ് ഇവിടെ ചൈതന്യ ഭാഗവത്തിൽ ആദികാണ്ഡത്തിൽ 3-ാമത്തിൽ വളരെ വിപുലമായി വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങള് ചൈതന്യ മഹാപ്രഭു ലീല ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതില് വീണ്ടും അടുത്ത ലീല, അതായത് വ്യാധിച്ചലെ ജഗദീശ ഹിരണ്യ സദനെ വിഷ്ണു നിവേദ്യ കൈലെ ഏകാദശി ദിനേയും. ഒരു ഏകാദശി നാളിൽ മഹാപ്രഭു രോഗബാധിതനാണെന്ന നാട്യത്തിൽ ഹിരണ്യന്റെയും ജഗദീശന്റെയും ഗൃഹത്തിൽ ചെന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഏകാദശി ദിവസം മഹാപ്രഭു ഹിരണ്യന്റെയും ജഗദീശന്റെയും ഭവനത്തിൽ നിന്ന് വിഷ്ണുപ്രസാദം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചൈതന്യ ഭാഗവതം ആദിഖണ്ഡത്തിൽ 6-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഏകാദശി നാളിൽ ഭഗവാൻ വിഷ്ണുവിന് പതുപോലെ ഭക്ഷണം സമർപ്പിക്കപ്പെടുന്നു. ഏകാദശി ദിവസം ഭക്തന്മാർ ഉപവസിക്കണമെന്ന് ശുപാർശ ഉണ്ടെങ്കിലും വിഷ്ണുവിന്റെ ഉപവാസം ശുപാർശ ചെയ്തിട്ടില്ല. ഒരിക്കൽ ഏകാദശി ദിവസം ജഗതിന്റെയും കൃഷ്ണോത്സവന്റെയും ഭവനത്തിൽ വിഷ്ണുവിന് ഭഗവാൻ വിശേഷ പ്രസാദം തയ്യാറാക്കിയിരുന്നു. തനിക്ക് സുഖമില്ലാത്തതിനാൽ അവിടെ പോയി പ്രസാദം ചോദിക്കാൻ മഹാപ്രഭു പിതാവിനോട് ആവശ്യപ്പെട്ടു. മിശ്രയുടെ ഭവനത്തിൽ 2 മൈലോളം ദൂരെയായിരുന്നു ജഗദീശന്റെയും ഹിരണ്യ പണ്ഡിതന്റെയും ഭവനം. അതിനാൽ ജഗന്നാഥ് മിശ്ര പ്രസാദം ആവശ്യപ്പെട്ടു വന്നപ്പോൾ ജഗന്നാഥ് ദാസനും ഹിരണ്യൻ അല്പം ആശ്ചര്യപ്പെട്ടു. വിഷ്ണുവിന് വേണ്ടി പ്രത്യേകം പ്രസാദം തയ്യാറാക്കിയത് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് എങ്ങനെ കഴിഞ്ഞു? അപ്പൊ ഇത് ശരീരമാക്കുവിന്റെ ഒരു അഭിനയം. നിമായിക്ക് പ്രകൃത്യദിനമായ നിഗൂഢ ശക്തി ഉണ്ടെന്ന് അവർ തൽക്ഷണം നിർണയിച്ചു. ഇല്ലാത്ത പക്ഷം തങ്ങൾ വിഷ്ണുവിന് വേണ്ടി വിശേഷ പ്രസാദം തയ്യാറാക്കിയത് ആ ബാലൻ എങ്ങനെ മനസ്സിലായി? അവർക്ക് നിമായിക്ക് വേണ്ടി പിതാവിന്റെ കൈവശം പ്രസാദം കൊടുത്തയച്ചു. നിമായിക്ക് അസുഖം അനുഭവപ്പെട്ടിരുന്നെങ്കിലും വിഷ്ണുപ്രസാദം കഴിച്ചതോടെ അവിടുന്ന് പെട്ടെന്ന് സുഖം പ്രാപിച്ചു. അവൻ തന്റെ കളിക്കൂട്ടുകാരോടും പ്രസാദം വിതരണം ചെയ്തു. ഇത് വേറൊരു ലീലയാണ്. അപ്പൊ ഇവര് 2 ഭക്തന്മാരാണ്. സ്പെഷ്യൽ പ്രസാദം ഭഗവാന് നിവേദിച്ചു. അപ്പോ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ഭഗവാൻ ഒരു നാടകം കളിക്കുകയും ചെയ്തു. അപ്പോ 2 മൈലോളം നടന്നാണ് അവര് അദ്ദേഹത്തിന്റെ വീട്ടില്, അതായത് ഹിരണ്യൻ, ജഗദാസനും ഹിരണ്യന്റെയും വീട്ടില് എത്തിയത്. അപ്പൊ അവർക്ക് ഭയങ്കര അതിശയമായി പോയി. ഭഗവാൻ അദ്ദേഹത്തിൽ നിന്ന് ഭഗവാൻ ഭക്ഷണം സ്വീകരിക്കണം എന്നുള്ള ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. ശിശു സബാലയ പാടാപട
ശിരേഖരം ചുരീകരി ദിവ്യകയ മാർഗാലകരെ. നിമായി സാധാരണ ശിശുക്കളെ പോലെ കളിക്കുകയും പഠിക്കുകയും കൂട്ടുകാരുമൊത്ത് അവരുടെ സുഹൃത്തുക്കളുടെ ഭവനങ്ങളിൽ പോയി അവരുടെ ആഹാര പദാർത്ഥങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. ചിലപ്പോൾ കുട്ടികൾ പരസ്പരം പോരാടുകയും ചെയ്തു. ശിശുസഭ സചിസ്ഥാനെ കൈലനിവേദന സുനി സച്ചി പുത്രേ പീലോ ഇമായി തങ്ങളോട് തല്ലുകൂടുന്നതിനെ കുറിച്ചും അയൽവീടുകളിൽ നിന്ന് ആഹാരം മോഷ്ടിക്കുന്നതിനെ കുറിച്ചും എല്ലാ കുട്ടികളും സച്ചിമാതാവിനോട് പരാതിപ്പെട്ടു. അതിനാൽ അവർ ചിലപ്പോൾ തന്റെ പുത്രനെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല ഭഗവാൻ കൃഷ്ണന്റെ ലീലയുമായി ചില സാമ്യങ്ങൾ വരുന്നുണ്ട്. കേന പുരി കര കേന മാരായ ശിശുരേ കേന പര കരായ കരേ. ശശിമാതാവ് പറഞ്ഞു, നീ എന്തിനാണ് മറ്റുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നത്? മറ്റു കുട്ടികളെ തല്ലുന്നത് എന്തിനാണ്? നീ മറ്റുള്ളവരുടെ ഗൃഹങ്ങൾ കയറുന്നത് എന്തിനാണ്? നിന്റെ വീട്ടിൽ എന്താണ് ഇല്ലാത്തത്? ഭാവാർത്ഥം ശീല പ്രഭുപാദ്. വേദാന്ത സൂത്രം അനുസരിച്ച് ജന്മാദിയസ്യേതഃ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പരമനിരപേക്ഷ സത്യമായ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതിനാൽ നാം ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം മുമ്പേ തന്നെ ആധ്യാത്മിക ലോകത്തിൽ ഉണ്ട്. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. അവിടുന്ന് എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? അവിടുന്ന് എങ്ങനെയാണ് കലഹിക്കുന്നതെന്നും അടിപിടി കൂടുന്നതെന്നും അവിടുന്ന് ഇവയെല്ലാം ചെയ്യുന്നതെന്നും ഒരു മോഷ്ടാവെന്ന നിലയിലോ ഒരു ശത്രു എന്ന നിലയിലോ അല്ല, പകരം സ്നേഹിതനായ ഒരു സുഹൃത്തായിട്ടാണ്. അവിടുന്ന് ഒരു കുട്ടിയെ എന്ന നിലയിൽ മോഷ്ടിക്കുന്നത് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ സ്വാഭാവികമായ സഹജ വാസനയിലാണ്. ഈ ഭൗതിക ലോകത്തിലും ചെറിയ കുട്ടികൾ ചിലപ്പോൾ ശത്രുതയോ ദുഷ്ടമനസ്സോ ഇല്ലാതെ അയൽ വീടുകളിൽ പോവുകയും മോഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ കലഹിക്കുകയും ചെയ്യും. കൃഷ്ണനും കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളെ പോലെ ഇവയെല്ലാം ചെയ്തിരുന്നു. മോഷണ പ്രവണതയ്ക്കും കലഹ പ്രവണതയ്ക്കും ആധ്യാത്മിക ലോകത്തിൽ അസ്തിത്വം ഇല്ലെങ്കിൽ അവയ്ക്ക് ഭൗതിക ലോകത്തിലും അസ്തിത്വം ഉണ്ടാകില്ല. ആധ്യാത്മിക ലോകത്തിലെ മോഷണം സ്നേഹ സൗഹാർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ ഭൗതിക ലോകത്തിലെ കളവും കലഹവും ശത്രുയുടെ അസൂയയുടെയും അടിസ്ഥാനത്തിൽ നടക്കും എന്നതാണ് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലും ഈ പ്രവർത്തനങ്ങളെല്ലാം അസ്തിത്വമുണ്ടെന്നും എന്നാൽ അവിടെ മാതകാവസ്ഥയല്ലെന്നും, പക്ഷെ ഭൗതിക ലോകത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ശോച്യ അവസ്ഥയിലാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ലീലകളെ അനുകരിക്കാൻ കഴിയില്ല. ഭഗവാൻ ഇതൊക്കെ ചെയ്തുവെങ്കിലും ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ ഇവിടെ നമ്മള് ഈ ലീല, അതായത് ഭഗവാന്റെ ലീലകളെ ആവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുകരിക്കുകയാണെങ്കിൽ നമുക്ക് ജനങ്ങളിൽ നിന്നും തല്ല് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോ പോലീസിന്റെ അടി കിട്ടും, ചിലപ്പോ കോടതി വരെ പോകാം. പക്ഷെ ഇത് ഭഗവാന്റെ ലീലയാണ്. അപ്പൊ ഇത് ആധ്യാത്മിക ലോകത്തിലും ഇതുപോലെ ലീലകൾ നടക്കുന്നുണ്ട്. ഭഗവാൻ തന്റെ ഭക്തന്മാർക്ക് ഒട്ടനവധി ലീലകള്, തല്ലുകൂടലും അതുപോലെ മോഷണവും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് ഭഗവാന്റെ ആനന്ദത്തിന് വേണ്ടി, അതാണ് ലീല. ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. വിനോദം, ലീല എന്ന് പറഞ്ഞ വിനോദമാണ്. പക്ഷെ ഇവിടെ ഭൗതിക ലോകത്തില് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അത്തരം ലീലകള് പ്രകടിപ്പിക്കുന്നു. പക്ഷെ നമുക്കതിനെ അനുകരിക്കാൻ കഴിയില്ല. അതാണ് ചില പ്രഭുപാദർ പറയുന്നത്. സുനി കൂടാഹന പ്രഭു കരഹരിതായ കരേ ഇത്തരത്തിൽ സ്പർശിപ്പിക്കപ്പെട്ട നിമായി കുപിതനായി മുറിക്കുള്ളിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന കലങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. തവേശജി കോലാകരി കരൈല സന്തോഷ ലജ്ജിത ഹൈല പ്രഭു ജാനി നിജദോഷ. ശശിമാ ചിലപ്പോൾ പുത്രനെ എടുത്ത് മടിയിലിരുത്തി സ്വാന്തനിപ്പിക്കുമായിരുന്നു. അപ്പോൾ നിമായി സ്വന്തം അപരാധം സംബന്ധിച്ച് ലജ്ജിക്കുമായിരുന്നു. ഭാവാർത്ഥം: ചൈതന്യ മഹാപ്രഭുവിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഹൃദ്യമായ ഒരു വർണ്ണന ചൈതന്യ ഭാഗവതം ആദ്യഖണ്ഡത്തിലെ 3-ാം അധ്യായത്തിലുണ്ട്. ബാലനായ അവിടുന്ന് അയൽപക്കങ്ങളിലെ കൂട്ടുകാരുടെ ഗൃഹങ്ങളിൽ നിന്ന് എല്ലാവിധ ഭക്ഷണ വസ്തുക്കളും പതിവായി മോഷ്ടിക്കുമായിരുന്നു അവിടെ പറയുന്നു.
ചില വീടുകളിൽ നിന്ന് അവിടുന്ന് പാൽ കവർന്നെടുത്ത് കുടിച്ചിരുന്നു. ചില വീടുകളിൽ നിന്ന് പാചകം ആഹാര പദാർത്ഥങ്ങൾ മോഷ്ടിച്ച് ഭക്ഷിച്ചിരുന്നു. ഭക്ഷണം കിട്ടാത്ത വീടുകളിൽ ശിശുക്കളുണ്ടെങ്കിൽ ഉപദ്രവിച്ച് കരയിക്കുമായിരുന്നു. ചിലപ്പോൾ അയൽവാസികൾ ഇങ്ങനെ പക്ഷെ നിങ്ങളുടെ കുട്ടി കാതുകളിൽ വെള്ളമൊഴിച്ച് അവരെ കരയിപ്പിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണലീലയുമായി സാദൃശ്യമുണ്ട്. ഇപ്പൊ നമ്മള് മായപ്പൂർ പോയപ്പോ ഏകചക്ര ഡാമിൽ പോയിരുന്നു. അപ്പൊ അവിടെ ചൈതന്യമാപ്പൂരിന്റെ ബർത്ത് പ്ലേസ് ആണ്. അത് മാത്രമല്ല പാണ്ഡവര് വനവാസ സമയത്ത് ബ്രാഹ്മണ വേഷത്തിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് ഏകചക്ര ഗ്രാമം. അപ്പൊ അവിടെ ഇസ്കോണിന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ ഇതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ എല്ലാ ലീലകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ അനുയായികൾ ചേർന്ന് നടത്തുന്ന നാടകങ്ങള്, ചിത്യാനന്ദ പ്രഭു ഓർത്തൻ ചില എടുത്ത് പൊക്കുന്നത്, ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ശ്രീരാമചന്ദ്രനായിട്ട് അഭിനയിക്കുന്നത്, ഒട്ടനവധി ലീലകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ ജനങ്ങൾ നോക്കും, ഭഗവാൻ എന്തിനാ ഇത്രയും ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കുന്നത് അല്ലെങ്കിൽ ലീലകൾ ആടുന്നത് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹം ഈ വ്യക്തി ഭഗവാനാണോ എന്ന് ചോദിക്കുന്നവരും മതത്തിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഭഗവാൻ എപ്പോഴും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് അതുകൊണ്ടാണ് നമുക്കും ഈ ജീവിതം ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളും ജീവിതം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വസ്തുക്കൾ കൂടി നമുക്ക് സുഖം അനുഭവിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദം ലഭിക്കില്ല. കാരണം ഈ ഭൗതിക ലോകത്ത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, അത് ദുഃഖം. അപ്പൊ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി വേണം പ്രവർത്തിക്കാൻ. ഭഗവാൻ എന്താഗ്രഹിക്കുന്നു, ഭഗവാൻ നമ്മളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്, അത് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഭഗവാന്റെ സംശയം എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ വിഷയത്തിന് നാമപ്രകാരമാണ്. ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും കൊടുക്കുന്നതിന് വേണ്ടി കൃഷ്ണപ്രേമം വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. അപ്പോ ആ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എനിക്ക് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. കൃഷ്ണ ഉപദേശ്. അപ്പോ നിത്യാനന്ദപ്രഭുവിന് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാല് നദിയ ഗോത്രമി നിത്യാനന്ദ മാധ്യം. നിത്യാനന്ദ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി. എന്തിനു വേണ്ടി? ഹരിനാമം വിതരണം ചെയ്യുന്നതിന് വേണ്ടി. 3 ഇൻസ്ട്രക്ഷൻ, അതായത് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ചൈതന്യ മഹാപ്രഭു കൊടുത്തിരുന്നത്. നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പൊ ഇത് നമ്മള് ഈ ലീലകളെല്ലാം ഭക്തന്മാർ യഥാർത്ഥത്തിൽ ആസ്വദിക്കുക. കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഭക്തന്മാർ ഇത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഈ കേൾക്കുന്ന ഭഗവാനെ ഓർമ്മിക്കാൻ കഴിയും. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാല് ഒറ്റയ്ക്കിരുന്ന് നമുക്ക് ധ്യാനിക്കാൻ കഴിയില്ല. കാരണം ധ്യാനിച്ച് നമുക്ക് എന്ത് സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം. അപ്പൊ അതിനാണ് ഈ ഭാഗം നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ ഭാഗവതം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, സാരം എന്താണ്? ഈ ശരീരം ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്.
കൃഷ്ണൻ നിത്യമാണ്. നമ്മൾ നിത്യമായി ശാശ്വതമായിട്ട് ഭഗവാന്റെ നിത്യദാസന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ സേവ ചെയ്യുകയാണ് ജീവാത്മാവിന്റെ പരമമായ ധർമ്മം. അതിലുകൂടിയാണ് ജീവാത്മാവിന് ആനന്ദം ലഭ്യമാകുന്നത്. ഇപ്പൊ നമ്മള് ഭാഗവതം ഇവിടെ ഞായറാഴ്ച വായിച്ചുകൊണ്ടിരിക്കുന്ന രഘുനാഥ മഹാരാജിന്റെ ജഡഭരതന്റെയും കഥയാണ്. ഇപ്പൊ പ്രഭുപാദര് പറയുന്നു രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ രഘുനാഥ മഹാരാജാവ് ജഡഭരതനെ ശാസിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, അപ്പൊ അതിൽ അദ്ദേഹം പ്രകോപിതനാകാതെ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഉപദേശം രഘുനാഥ മഹാരാജിന് കൊടുക്കുകയാണ്. ഇപ്പോ രഘുനാഥ മഹാരാജ് അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങ് ആരെയാണ് ശാസിക്കുന്നത്? എന്നെ അത് ബാധിക്കുന്നില്ല, കാരണം ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. അപ്പൊ അദ്ദേഹം ശരീരത്തെക്കുറിച്ച്, നിങ്ങൾ ഇത്രയും തടിച്ചു കൊഴുത്ത ശരീരമുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നടക്കാൻ കഴിയുന്നില്ല? ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞാണ് പരിഹസിക്കുന്നത് രഘുനാഥ മഹാരാജ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രഭുപാദർ അവിടെ എഴുതുന്നുണ്ട് രണ്ട് വ്യക്തികൾ. ഒന്ന് രഘുനാഥ മഹാരാജ് അജ്ഞാനത്തിലും ജഡഭരതൻ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയുമാണ്. അപ്പോ പ്രഭുപാദർ പറയുന്നുണ്ട്, ശരീരം ബോധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ തുടക്കത്തില് നമ്മൾ വായിച്ചത് മായാവാദ തത്വശാസ്ത്രത്തെക്കുറിച്ച് പ്രഭുപാദർ പറയുന്നതാണ്. എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഫിലോസഫി തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭു പറയുന്ന മായാവാദി പാശ്യ ശൂന്യലേ ഹയാ സർവനാശ. മായാവാദികളുടെ ഭാഷ്യം നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് ചൈതന്യ മഹാപ്രഭു പറയാനുള്ള കാരണം അതാണ്. മായാവാദി ഭാഷ്യ ശൂന്യലേ ഹയാ സർവനാശ. അപ്പോ രണ്ടും എല്ലാം ഒന്നാണെങ്കിലും നമ്മളും ഭഗവാന്റെ അംശമായതുകൊണ്ട് ഭഗവാനാണ്, പക്ഷെ ഭഗവാനല്ല എന്ന് വെളിപ്പെടുത്തി തരികയാണ് ഇവിടെ. അപ്പോ 45-ാമത്തെ ശ്ലോകം. കപൂ മൃദുഹസ്തേ കയാമാതേ മാതകേ താടന മാതേക മൂർച്ഛിതാദേക്കി കരേ കന്ധന. ഒരിക്കൽ കുട്ടിയായ ചൈതന്യ മഹാപ്രഭു തന്റെ മൃദുലകരങ്ങളാൽ മാതാവിനെ താടിക്കുകയും മാതാവ് ബോധശൂന്യരെ പോലെ അഭിനയിക്കുകയും ചെയ്തു. ഇത് കണ്ട് നിമായി കരയാൻ തുടങ്ങി. അടുത്ത ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയാണ്. അയൽവാസികളായ സ്ത്രീകൾ അവിടെ നിന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി, എവിടെ നിന്നെങ്കിലും ഒരു നാളികേരം കൊണ്ടുവരും, എന്നാൽ നിന്റെ മാതാവ് സുഖം പ്രാപിക്കും. ബാഹിരേന അനിലേ ദ്വി നാരികേല പൂർവ വിസ്മിത സകല. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ എന്താ ചെയ്ത്? അവിടെ നിന്ന് അപ്പോൾ പുറത്തു പോയി 2 നാളികേരം കൊണ്ടുവന്നു. അത്തരം അത്ഭുത പ്രവൃത്തികൾ കണ്ട് എല്ലാ സ്ത്രീകളും അമ്പരന്ന് പോയി. കഹോ ശിശു സംഘേ സ്നാന കരിലാഗംഘാതെ കന്യാഗണ ആയുധാത്താൻ ദേവതാ പൂഷിതേ. ചിലപ്പോൾ മഹാപ്രഭു മറ്റു കുട്ടികളുമൊത്ത് ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകുമായിരുന്നു. അയൽവാസികളായ പെൺകുട്ടികളും വിവിധ ദേവന്മാരെ ആരാധിക്കുന്നതിനായി അവിടെ വരുമായിരുന്നു. ഭാവാർത്ഥം: വൈദിക സമ്പ്രദായം അനുസരിച്ച് 10-12 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾ ഗംഗാതീരത്ത് സ്നാനം ചെയ്യാൻ പോകുമ്പോൾ ഭാവിയിൽ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിന് മഹാദേവന് പ്രത്യേക പ്രാർത്ഥനകളോടെ പൂജ ചെയ്യുമായിരുന്നു. അവർ പരമശിവനെ പോലുള്ള ഭർത്താവിന് ലഭിക്കാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ പരമശിവൻ വളരെ ശാന്തനും അതേസമയം അതിശക്തനുമാണ്. അതിനാൽ പണ്ട് ഹിന്ദു കുടുംബങ്ങളിലെ ചെറിയ പെൺകുട്ടികൾ വൈശാഖ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ്, ഇപ്പൊ ഈ വരുന്ന നടക്കുന്ന മാസമാണ്, ശിവനെ ആരാധിക്കുമായിരുന്നു. നമ്മൾ മധുരയിൽ പോയാൽ ഇപ്പോൾ അവിടെ തിരുക്കല്യാണം നടക്കുന്ന സമയമാണ്. ഏപ്രിൽ മെയ് മധുരയിൽ വെച്ചാണല്ലോ ശിവന്റെ കല്യാണം നടക്കുന്നത്. ഇപ്പൊ വൈശാഖ മാസത്തിൽ ഏപ്രിൽ മെയ് ശിവനെ ആരാധിക്കുമായിരുന്നു. ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്നതാണ്.
ഗംഗാസ്നാനെ കരി പൂജ കരില കന്യാ ഗണമധ്യേ പ്രഭു ആസിയ ബസില. പെൺകുട്ടികൾ ഗംഗാ സ്നാനം ചെയ്ത് കഴിഞ്ഞ് ദേവത ആരാധന തുടങ്ങുമ്പോൾ നിമായി അവിടേക്ക് വന്ന് അവിടെ ഇരിക്കും. കന്യാരെ കഹയാമ പൂജ അമി വിഭാവര ഗംഗാ ദുർഗാദ ശ്രീമര മഹേശ്വര കിങ്കര. എന്നിട്ട് പെൺകുട്ടികൾ എന്താ പറയുന്നത്? എന്നെ പൂജിക്കുക, നിങ്ങൾക്ക് നല്ല വരങ്ങളോ ഞാൻ നൽകാം. ഗംഗയും ദുർഗയും എന്റെ ദാസിമാരാണ്. മഹേശ്വരൻ പോലും എന്റെ കിങ്കനായിരിക്കെ മറ്റു ദേവന്മാരെ കുറിച്ച് എനിക്ക് പറയാനാണ്. ഇവിടെ ചൈതന്യമാർഗ വീണ്ടും ആ കന്യാഗണങ്ങളെ പൂജിക്കുകയാണ്. താൻ ആരാണ്, ആരെ പൂജിക്കണം. ഭാവാർത്ഥം, ഹിന്ദു മതത്തിൽ ധാരാളം ദൈവങ്ങളുണ്ടെന്ന് പലരും പറയാറുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോലുള്ള മറ്റു മതവിശ്വാസികൾക്കിടയിൽ ഹിന്ദു മതത്തെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. വാസ്തവത്തിൽ അത് സത്യമല്ല. ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ ഭരണത്തിന്റെ വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മറ്റനേകം ശക്തരായ ജീവശക്തരുണ്ട്. അവർ ദേവന്മാരെന്ന് വിളിക്കപ്പെടും. എല്ലാ ദേവന്മാരും പരമദിവ്യത്വ പുരുഷന്റെ ആജ്ഞ നിറവേറ്റുന്ന കിങ്കരന്മാരാണ്. ചൈതന്യമാർക്കാലത്ത് സത്യപ്പെടുത്തി. അജ്ഞത മൂലം ജനങ്ങൾ ചിലപ്പോൾ പ്രത്യേക വരങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുന്നു. വാസ്തവത്തിൽ ഭഗവത് ഭക്തി നിർവഹിക്കുന്ന ഒരു ഭക്തൻ അനുഗ്രഹത്തിനായി ദേവന്മാരെ സമീപിക്കേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ ഭഗവത് കരുണയാൽ എല്ലാം നേടുന്നു. അതിനാൽ അത്തരം ആരാധനയെ ഭഗവത്ഗീത 7:20-28 അപലപിക്കുന്നു. എന്താ പറയുന്നത്? കാമൈ സൈഹൃദജ്ഞാന പ്രപദ്യന്തേ അന്യദേവത തം തമ്മേ മഹസ്തായ പ്രകൃത്യാന്യഥാസ്വയ. ഭൗതിക ആഗ്രഹങ്ങളാൽ അപകൃതരായ ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കും. പ്രത്യേക നിബന്ധനകൾ അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കും. യേശാം ദ്വന്ദ്ഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതഃ. പൂർവജന്മത്തിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ദ്വന്ദ്മോഹങ്ങളിൽ നിന്ന് മുക്തരായി ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അല്പബുദ്ധികൾ മാത്രമേ അവരുടെ വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ ആരാധിക്കുകയുള്ളൂ. വിവേകശാലികളാൽ പരമദിവ്യത്വ പുരുഷനായ കൃഷ്ണനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ദേവാരാധനെ വിമർശിക്കപ്പെടുകയാണ്. എന്നുവെച്ചാൽ വൈഷ്ണവര് ദേവന്മാരെ പൂജിക്കേണ്ട ആവശ്യം ഇല്ല. ഭഗവാനെ പൂജിച്ചാൽ മതി, ഭഗവാൻ തന്നെ എല്ലാം നൽകിക്കൊള്ളും. അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് നിർത്താം. ദേവാരാധന അംഗീകരിക്കാത്തതിന്റെ പേരിൽ കൃഷ്ണബോധ പ്രസ്ഥാനത്തിന് അംഗങ്ങൾ ചിലപ്പോൾ അധിക്ഷേപിക്കപ്പെടാറുണ്ട്. ശരിയാണ്. ചില ആൾക്കാർ ഇപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ അവരെ പൂജിക്കുന്നില്ല, ഇവരെ പൂജിക്കുന്നില്ല, നമ്മളെപ്പോഴും അവരുടെ ആക്ഷേപിക്കാറുണ്ട്. അത് നമ്മൾ ആക്ഷേപിക്കുകയല്ല, അവരെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചൈതന്യമാർഗത്തിനാലും കൃഷ്ണഭാവനാലും അപലപിക്കപ്പെട്ട ഈ ആരാധന നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ ആരാധന പാടില്ല, ആരാധിക്കപ്പെടുന്നില്ല. ജനങ്ങളെ വിഡ്ഢികളും ജ്ഞാനാപ്രവരും അതായത് ഹൃദയജ്ഞാനം ആകാൻ ഞങ്ങൾക്ക് എങ്ങനെ അനുവദിക്കും? ബുദ്ധിയുള്ള ജനങ്ങളെ ദ്രവ്യവും ആത്മാവും തമ്മിൽ വ്യത്യാസത്തെയും സമ്പൂർണ്ണ ആധ്യാത്മിക വ്യക്തിത്വമായ ഭഗവാനെയും മനസ്സിലാക്കാൻ കഴിവുള്ളവരാക്കിയതാണ് നമ്മുടെ ദൗത്യം. പറയുന്നത് ഇപ്പോ ഭഗവത്ഗീത അനുസരിച്ചുള്ള തത്വശാസ്ത്രമാണ് നമ്മൾ പറയുന്നത്. ഭൗതിക ലോകത്തിൽ വാഴുന്ന ഭൗതിക ശരീരമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ ദേവന്മാരെ മാത്രം ആരാധിച്ചാൽ മതി, കൃഷ്ണ ഭഗവാനെ പൂജിക്കേണ്ട എന്ന്? നൂറുകണക്കിനുള്ള ദേവന്മാരെ ആരാധിക്കാൻ അനുവദിക്കുകയില്ലെന്ന് നിങ്ങളുടെ നിലപാട് ചൈതന്യമാർഗം കുട്ടിക്കാലത്തെ പ്രതികരിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നരോത്തം ദാസ് ഠാക്കൂർ ഇങ്ങനെ പാടുന്നു. അന്യദേവാശ്രയനായി തുമാര കഹിന്നു ഭായ് യൈ ഭക്തി പരമ കാരണ. സുദൃഢനും പരമശുദ്ധനും അജഞ്ചല്യമായ ഒരു ഭഗവത് ഭക്തനായി തീരാൻ ഒരുവൻ തന്റെ ശ്രദ്ധ ദേവാ ഉപാസനയിലേക്ക് തിരിച്ചു വിടാതിരിക്കും. അത്തരം സംയമനം പരിശുദ്ധമായ ഭക്തിസേവനത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇവിടെ നമ്മുടെ ആചാര്യന്മാർ എന്ത് പറയുന്നു അത് വേണം നമ്മൾ അനുസരിക്കാൻ. ദേവന്മാരും ഭഗവാന്റെ ഭക്തന്മാരാണ്. അവര് ഭഗവാന്റെ ആജ്ഞ നിർവഹിച്ചുകൊണ്ട് ഭരണത്തെ അസിസ്റ്റ് ചെയ്യാണ്.
അപ്പൊ അവര് ഉന്നത നിലവാരത്തിലുള്ള ഭക്തരാണ്, പക്ഷെ അവര് പരമദിവ്യോത്തമ പുരുഷനല്ല. അതുകൊണ്ട് ഭഗവാൻ ചെയ്യാൻ കഴിയുന്ന കാര്യം ദേവന്മാർക്ക് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ എന്തിനാണ് ദേവന്മാര് ഭഗവാനെ ആശ്രയമെടുക്കുന്നത്? കാരണം അവരെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഭഗവാനാണ് അവതാരമെടുത്ത് അവർക്ക് ദേവന്മാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നത്. അപ്പൊ ഇത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട നമ്മുടെ കടമയാണ്. നമ്മുടെ പറഞ്ഞിട്ടുള്ള പലരും ദേവൻ ആരാധനയിൽ മുഴുകിയായിരുന്നു. പിന്നീട് അവർ ഒരുപാട് ബുക്സ് എല്ലാം വായിച്ചു. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കി നാമം ജപിക്കുകയും പിന്നീട് അവര് ദീക്ഷ എടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവം ഉള്ളതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് 50 ശ്ലോകം വായിച്ചു. നാളെ മുതൽ 51 ശ്ലോകമാണ് വായിക്കേണ്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. 5:45. ഓക്കെ, ഹരേ കൃഷ്ണ. സോ ഇവിടെ നിർത്താമോ? എന്തെങ്കിലും നോട്ട് കമന്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.